വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. 9ാം ക്ലാസ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഓൾറെഡി ഫിസിക്സിനകത്ത് എന്താണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അതുപോലെ സ്പീഡ്, വെലോസിറ്റി, അങ്ങനെയുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഏകദേശം ഐഡിയ കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ആ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെ പ്രോബ്ലംസുമാണ് കേട്ടോ. അതുപോലെ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പം ഒരു ചാപ്റ്റർ മാക്സിമം ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ലെങ്തി ആകുമ്പോഴാണ് പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും പറഞ്ഞ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ സമയം പോലെ ബോർഡിലൊക്കെ വരച്ച് ഇങ്ങനെ എഴുതി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നെ ഇത് ഓരോരുത്തർക്കും സയൻസ് മനസ്സിലാവുന്ന പല രീതിയിലാണ്. ചിലർക്കിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എടുക്കുമ്പോഴേ ബോറാണ്, എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ചിലർക്കിത് ഭയങ്കര സ്പീഡാണ്. അപ്പം പല ലെവലിലുള്ള ആളുകളാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, പരിമിതികൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ തന്നെ ചലന സമവാക്യങ്ങൾ 3 ഉണ്ട്. അതേതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും. പിന്നെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാഫ് തന്നിട്ട് താഴെ 4 ഓപ്ഷൻ ഇട്ടിട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഒരുപാട് പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അധ്യായത്തിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. ചലന സമവാക്യങ്ങൾ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചലന സമവാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. 3 ചലന സമവാക്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ അറിഞ്ഞിരിക്കണം എന്താണ് സ്പീഡ്, ഡിസ്റ്റൻസ്, വെലോസിറ്റി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ത്വരണം എന്താണ്, ആക്സിലറേഷൻ എന്താണ്, ഇവ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ ഈ ഒരു അധ്യായം കാണാവുള്ളൂ. അല്ലെങ്കിൽ പ്രയാസം തോന്നും. അതല്ല, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്, ത്വരണമെന്ന് പറയുന്നത് നമുക്കറിയാം പ്രവേഗമാറ്റം ബൈ സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ ഡെഫിനിഷനെക്കുറിച്ചും ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഇപ്പം അധ്യായത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ത്വരണം, ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രവേഗമാറ്റം ബൈ സമയമാണ്. പ്രവേഗം എന്നുള്ളത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വെലോസിറ്റിയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. A = v-u/t. ഇവിടെ പ്രവേഗമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞ അന്ത്യപ്രവേഗമുണ്ട്, ആദ്യപ്രവേഗമുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസമാണ് പ്രവേഗമാറ്റം, ഇല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഇതിൽ A = v-u/t എന്ന് പറഞ്ഞ ഒരു ബോക്സിലിട്ടിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ. ഇതിൽ നിന്ന് നമുക്ക് v-u = a × t എന്ന് എഴുതാമല്ലോ. അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സമത്തിന് അപ്പുറം ഇപ്പുറം ഉള്ളതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അതായത് ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുവാണെങ്കിൽ അത് അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കരുതോ, ഡിവിഷൻ്റെ ഓപ്പോസിറ്റ് ക്രിയ. അതായത് ഈ ഒരു ചുമല ബോക്സിനകത്ത് A = v-u/t. അതിന് നമുക്ക് v-u = a × t എന്ന് എഴുതാമല്ലോ. അതിൽ നിന്നും v = മൈനസ് ചെയ്തിരിക്കുന്ന യുവിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും. അതായത് നമുക്ക് ഫൈനലായിട്ട് അന്ത്യപ്രവേഗം, ഇവിടെ ഫൈനൽ വെലോസിറ്റിയാണ് v എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്ത്യപ്രവേഗം v = u+at എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും v = u+at ആണ് 1ാം ചലന സമവാക്യമെന്ന് പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ 1ാം ചലന സമവാക്യം എന്താണ്, v = u+at. v എന്താണ്, ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം, u എന്താണ്, ആദ്യപ്രവേഗം, a എന്താണ്, ആക്സിലറേഷൻ ത്വരണം, t എന്താണ്, സമയം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതെങ്കിലുമൊക്കെ 3 എണ്ണമൊക്കെ തന്നു കഴിഞ്ഞാൽ 4ാമത്തത് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് വിയും യുവും ടിയും തന്നു കഴിഞ്ഞാൽ എ കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അന്ത്യപ്രവേഗം v = u+at എന്നുള്ളതാണ് 1ാം ചലന സമവാക്യം. മനസ്സിലായോ? അപ്പോൾ ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റം ബൈ സമയമാണ്. അതായത് A = v-u/t ആണ്. v എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയാണ്, u എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അതായത് അന്ത്യപ്രവേഗവും ആദ്യപ്രവേഗവുമാണ് ഈ വെലോസിറ്റി എന്നുള്ളതുകൊണ്ട്
വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമ്മിലൊന്നും ക്ലാഷ് ആവരുത്. അപ്പം മനസ്സിലായാലോ ഒന്നാം ചലന സമവാക്യം എന്താണ്? എങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ആയിട്ട് ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഗ്രാഫ് എന്ന് പറയുന്നത്? നമുക്കപ്പോൾ ഓരോ കാര്യങ്ങളും നോക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്തുനിന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്? ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 2 വാല്യൂസ് ആണ് അല്ലേ? ഒരു ദ്വിമാന ചിത്രമാണ് ഒരു ഗ്രാഫ്. അതിന് 2 അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫുകളിൽ വരയ്ക്കാൻ പറ്റും. നമുക്കറിയാം എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അതിനകത്ത് ഹൊറിസോണ്ടലായിട്ടുള്ളത് എക്സ് ആണ്, വെർട്ടിക്കലായിട്ടുള്ളത് വൈ ആക്സിസ് ആണ്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതൊന്നും പറയുന്നില്ല. പിന്നീട് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ്? നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കൊരു ഇക്വേഷൻസൊക്കെ രൂപപ്പെടുത്താനും കഴിയും. ഈ മാത്സ് വഴി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താ? ഗ്രാഫിൻ്റെ യൂസസ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഗ്രാഫിൻ്റെ ഉപയോഗങ്ങൾ? 2 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 ക്വാണ്ടിറ്റീസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസൊക്കെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വേണ്ടെടുത്ത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാഫിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ഒന്നാം ചലന സമവാക്യം പറഞ്ഞത് വീണ്ടും പറയുന്നുണ്ട്. പിന്നീട് ഗ്രാഫ് എന്താണ്, ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആക്സിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ടൊക്കെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗ്രാഫ് വരയ്ക്കാനൊന്നും വേണ്ട. അതുകൊണ്ട് വേണ്ട കാര്യത്തിലോട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. സമവേഗത്തിൽ നിന്ന് ഉദ്ദേശിച്ചിട്ട് ഉള്ളത് എന്താണ്? യൂണിഫോം സ്പീഡാണ് കേട്ടോ. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. അതായത് നമുക്കറിയാം എപ്പോഴും നമ്മൾ ടൈമിന് എക്സ് ആക്സിസിലാണ് എടുക്കുന്നത് ടൈം. ഇവിടെ സ്ഥാനം എന്നുള്ള അതിൻ്റെ പൊസിഷനാണ്. അപ്പോൾ സ്ഥാനത്തിനെയും സമയത്തിനെയും നമ്മളൊരു ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ, അതായത് സമവേഗത്തിൽ ചലിക്കുന്ന യൂണിഫോം സ്പീഡുള്ള ഒരു വസ്തുവിൻ്റെ സമയവും അതുപോലെ സ്ഥാനവും വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ അത് എന്തായിരിക്കും? നേർരേഖയായിരിക്കും കിട്ടുക. അത് മനസ്സിലാക്കുക. ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തു എന്തായിരിക്കും? നോൺ യൂണിഫോം സ്പീഡിലായിരിക്കും, അസമവേഗത്തിലായിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? യൂണിഫോം സ്പീഡുള്ള ഒരു വസ്തുവിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. യൂണിഫോം അല്ല, അതായത് നോൺ യൂണിഫോം ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു അസമവേഗത്തിലായിരിക്കും അത് സഞ്ചരിക്കുന്നത്. അതൊരു നേർരേഖയല്ല എന്നാണ് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഒരു പ്രവേഗ സമയ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം പ്രവേഗവും സമയവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇക്വേഷൻ, പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം. എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? പ്രവേഗം ഗുണം സമയം എന്ന് നമുക്ക് കിട്ടും. അത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ നോക്കിയാട്ടെ, ഇവിടെ ഒരു പ്രവേഗ സമയ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബി എന്നും സി എന്നും പറഞ്ഞ 2 പോയിന്റ് നോക്കുക. 2ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡും. അപ്പോൾ നമുക്ക് ഈ 2 സെക്കൻഡിൻ്റെയും 8 സെക്കൻഡിൻ്റെയും ഇടയിൽ ആ വസ്തുവിന് എത്രത്തോളം സ്ഥാനാന്തരം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ കണ്ടോ? അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഗ്രാഫിലുള്ള ഏത് പോയിൻ്റ് ആണോ വേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും എന്ത് ചെയ്യുക? ഒരു നോർമൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു പെർപ്പൻഡിക്കുലറോ ഒരു ലംബോ, അല്ലെങ്കിൽ അത് മൂന്നും ഒന്ന് തന്നെയാണ്, പെർപ്പൻഡിക്കുലർ, ലംബോ അല്ലെങ്കിൽ നോർമൽ, അത് വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ബിക്കും സിക്കും ഇടയിലുള്ള വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബിയിൽ നിന്ന് താഴോട്ട്, സിയിൽ നിന്ന് താഴോട്ട് ആ കിട്ടുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും ആ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ നമ്മൾ ഏത് പോയിൻ്റാണോ വേണ്ടത് അതിനിടയിലുള്ളത്.
മനസ്സിലായോ? അതായത് ഇവിടെ പ്രവേഗം ഇൻറ്റു സമയം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റിനിടയിലാണെന്നുള്ളത് നോക്കിയാൽ മതി. എന്നിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സാമിന് ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിലുള്ള ആ ഗ്രാഫിൻ്റെ ഭാഗത്തിൻ്റെ പരപ്പളവ് ആ വസ്തുവിൻ്റെ എന്തിന് തുല്യമായിരിക്കും? സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും. അതങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു നിശ്ചിത സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിലുള്ള വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആ ഭാഗത്തിൻ്റെ പരപ്പളവായിരിക്കും. അപ്പോൾ നമ്മളോട് പരപ്പളവ് ആ ഭാഗത്തിനിടയ്ക്കുള്ള കണ്ടുപിടിച്ചാൽ അത് എന്തിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. എന്തിന് തുല്യമാണ്? ആ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന് തുല്യമാണ്. കാരണം നമുക്കറിയാം പ്രവേഗം, സ്ഥാനാന്തരം, സമയം റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാഫിൻ്റെ യൂസസ് പറഞ്ഞല്ലോ. ഗ്രാഫിൻ്റെ ഉപയോഗങ്ങളിൽ മറ്റൊന്ന് സമവാക്യ രൂപീകരണമാണ്. ഗ്രാഫിൽ നിന്ന് ചലനവുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യങ്ങൾ എങ്ങനെ രൂപീകരിക്കാമെന്നാണ് ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാം ചലന സമവാക്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്, അതായത് നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ, അപ്പോൾ എവിടെയെങ്കിലും ഒരു പക്ഷേ ഒരു ഗ്രാഫ് തന്നിട്ട് 4 ഓപ്ഷൻ തന്നെയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ പ്രവേഗ സമയ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മാത്രം അതിൽ നിന്നൊന്ന് നോക്കിയാൽ മതി. ഇനിയും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ്. അതായത് a = v-u/t. അതിൽ നിന്നും at = v-u എങ്കിൽ v = u + at. അതാണ് ഒന്നാം ചലന സമവാക്യം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് രണ്ടാം ചലന സമവാക്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ഥാന സമയ ബന്ധം കാണിക്കുന്ന സമവാക്യമാണ്. അതായത് ഒരു വസ്തുവിൻ്റെ പൊസിഷനെയും ടൈമിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷനാണ്. നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം നോക്കാം. S = ut + ½ at² എന്നതാണ് രണ്ടാം ചലന സമവാക്യം. ഇവിടെ S എന്നുള്ളത് സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബാക്കി നമുക്ക് u അറിയാം, എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യ പ്രവേഗമാണ്, t ടൈമാണ്, a എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. മനസ്സിലായോ? അപ്പോൾ S = ut + ½ at² എന്നതാണ് രണ്ടാം ചലന സമവാക്യം. ആർക്കെങ്കിലും സയൻസ് പ്രയാസമാണെങ്കിൽ ഇത് വലിയൊരു കടമ്പയായിട്ടൊന്നും എടുക്കരുത്, ശ്രമിച്ചാൽ മതി. ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സ്ഥാനത്തിനെയും സമയത്തിനെയും ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ്. അപ്പോൾ രണ്ടാം ചലന സമവാക്യം എന്താണ്? S = ut + ½ at². അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, 3 ഇത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ. അപ്പോൾ S = ut + ½ at² ആണ് എന്ത്? രണ്ടാം ചലന സമവാക്യം. അടുത്തത് ഓൾറെഡി S = ut + ½ at² നമുക്കറിയാം. പിന്നീട് ഇവിടെ ഒരു ചതുർഭുജത്തിനെ കാണിച്ചിട്ടാണ്, ഒരു ക്വാഡ്രിലാറ്ററൽ കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുന്നത് കേട്ടോ. ഇവിടെ S = 1/2 × t + u + v എന്നുള്ളത് ആ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം a = v-u/t അല്ലെങ്കിൽ t = v-u/a. അത് തിരിച്ചെഴുതുമ്പം, അതായത് ആക്സിലറേഷൻ എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് മറ്റേത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫൈനലി, അതായത് ചതുർഭുജത്തിൻ്റെ ആ ഒരു ഗ്രാഫിൽ നിന്നും കിട്ടിയ റിസൾട്ടിനകത്തു നിന്ന് നമുക്കറിയാവുന്ന വാല്യൂ എല്ലാം കൊടുത്ത് ലാസ്റ്റ് v² = u² + 2as എന്നുള്ളൊരു ഇക്വേഷൻ, ഒരു റിസൾട്ടിലോട്ട് എത്തി. നമുക്കത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ്? v² = u² + 2as. നമ്മൾ അല്ലെങ്കിൽ v² - u² = 2as. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് കുഞ്ഞിലൊക്കെ. അതായത് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത്. അത് സൗകര്യാർത്ഥം പഠിക്കുക. ഒന്നുകിൽ v² = u² + 2as എന്ന് പഠിക്കുക, അല്ലെങ്കിൽ v² - u² = 2as, ഏതെങ്കിലും ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ മൂന്നാം ചലന സമവാക്യമാണ് ഇത് v² = u² + 2as. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 3 ചലന സമവാക്യം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ഇവിടെ 3 കൂടെ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. v = u + at. രണ്ടാമത്തെ എന്താ? S = ut + ½ at². അടുത്തതോ v² = u² + 2as കേട്ടോ. 3 ചലന സമവാക്യം എന്തൊക്കെയാണ്? v = u + at, S = ut + ½ at². അത് രണ്ടാം ചലന സമവാക്യമാണ്. അടുത്തത് മൂന്നാമത്തത് v² = u² + 2as. ഇതിനകത്ത്
യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ്, ഫൈനൽ വെലോസിറ്റിയാണ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്ഥാനാന്തരമാണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. മനസ്സിലായോ? ഏതെങ്കിലുമൊക്കെ തരുമ്പം നമുക്ക് മറ്റൊരു ഇത് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. നമുക്കപ്പം നോക്കാം. ഇതൊക്കെ സമത്വരണത്തോടെയുള്ള ചലനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ചലന സമവാക്യങ്ങൾ ബാധകമാകുന്നത് കേട്ടോ. യൂണിഫോം ആക്സിലറേഷനോട് കൂടിയിട്ടുള്ള വസ്തുക്കൾക്ക് മാത്രം. അതങ്ങനെ ക്വസ്റ്റ്യൻ എന്തായാലും തരും ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാൻ വേണ്ടുന്ന കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ എക്സാമിന് ചോദിച്ചുകൂടായികയില്ല. എന്തായാലും നമ്മൾ എന്തായാലും അതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാട്ടെ. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട, അവിടെ തന്നെ നമുക്കറിയാം നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു വസ്തു പുറപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം അതിൻ്റെ എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0. അവിടെ വെച്ച് തന്നെ അത് കിട്ടിയല്ലോ. അപ്പോൾ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ് എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്ര? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയാട്ടെ, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെയാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി നോക്കുമ്പോൾ 0 ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഈ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തുവാ? 4ൻ്റെ 8ൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡാണ്. കാരണം എന്താ? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടും പക്ഷേ ഇവർ 4 സെക്കൻഡിൻ്റെ 8 സെക്കൻഡിൻ്റെ ഇടയിലുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് 4ാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗമായിരിക്കും ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് യു എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. പിന്നീട് 8ാമത്തെ സെക്കൻഡിൽ എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഫൈനൽ വെലോസിറ്റി വി. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിനിടയ്ക്ക് വസ്തു സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഒക്കെ എന്താണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ദൂരം എന്ന് പറയുമ്പം എസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പിന്നെന്താണ് ദൂരം കണ്ടുപിടിക്കുമ്പോൾ എസ്? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഒക്കെ നമുക്കറിയാം. സ്ട്രെയിറ്റ് ലൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദൂരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് സ്ഥാനാന്തരം കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എസ് ആണ്. എസിൻ്റെ ഇക്വേഷൻ എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. നമുക്ക് പെട്ടെന്ന് അങ്ങ് പറയുവാണ് കേട്ടോ, ഒരുപാട് കൊനഷ്ടിലോട്ടൊന്നും പോകുന്നില്ല. തേർഡ് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നാലും അവിടെ വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. പിന്നെ എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഓർത്ത് വെക്കാം. എസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ച് ചെയ്താൽ മതി. ഇതിനകത്ത് യു ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട് അല്ലേ. അത് വെച്ച് നമുക്ക് എ കണ്ടുപിടിക്കാമല്ലോ. എന്നിട്ട് ആ എയുടെ വാല്യൂ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനകത്തോട്ട് 2ാം ചലന സമവാക്യത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ വി ഉണ്ട്, യു ഉണ്ട്, നമുക്ക് എ കണ്ടുപിടിച്ചു. വി മൈനസ് യു ബൈ ടിക്കകത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എങ്കിൽ സഞ്ചരിച്ച ദൂരം എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യുവിൻ്റെ വാല്യൂ 20 ഗുണം 4 പ്ലസ് ഹാഫ് 1/2 ഇൻറ്റു എ എത്ര? 5. 5 ഗുണം 4ൻ്റെ സ്ക്വയർ. കണ്ടോ, അവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് 80 പ്ലസ് 40 = 120 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ എന്നാലും ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നൊന്നും എടുക്കരുത്. കാരണം എന്താ? ഇവിടെ പറഞ്ഞേക്കുന്നത് 4ാമത്തെ സെക്കൻഡിൽ 20ഉം 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ്. എങ്കിൽ അതിനിടയിലുള്ള ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എങ്ങനെ എടുക്കണം? 20, ഫൈനൽ വെലോസിറ്റി 40 ആണ്. എങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, എ കണ്ടുപിടിക്കുക. കാരണം എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ, നോക്കിയാട്ട് റിട്ടാർഡേഷൻ ഇവിടെ വന്നു. ഇത് മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് എന്ത്? റിട്ടാർഡേഷൻ, മന്ദീകരണം. നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം. അപ്പോൾ ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എ ആക്സിലറേഷൻ ഈസിക്കൽ ടു -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എന്താ? മന്ദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് ഇട്ടേ. അപ്പോൾ നോക്കാം, ഓടിക്കൊണ്ടിരിക്കുന്ന കാർ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി. അപ്പോൾ ഇവിടെ ടൈം എത്രയാണ്? 4 സെക്കൻഡാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്
3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണമാണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. 4 സെക്കൻഡ് സമയം കൊണ്ട് അത് നിശ്ചലാവസ്ഥയിലെത്തി. അപ്പോൾ അത് ഫൈനലി അതെന്താ നിശ്ചലാവസ്ഥയിലെത്തി. അപ്പോൾ അത് ഫൈനൽ വെലോസിറ്റി അവിടെ എന്താ 0. മനസ്സിലായോ? v = 0 ആണ്. എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന് കണ്ടെത്തുക. ഒന്നുകൂടെ ഒന്ന് വായിച്ച ക്വസ്റ്റ്യൻ. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് അപ്പോൾ ബ്രേക്ക് ചെയ്ത് അവിടെ മുതൽ നിശ്ചലാവസ്ഥയിൽ എത്തിയത് വരെ എത്ര ദൂരം എന്നാൽ അല്ലേ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എത്ര? -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നിശ്ചലാവസ്ഥയിൽ എത്തുന്നത് വരെ ഉള്ളതാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. കാരണം എന്താ? നിശ്ചലാവസ്ഥയിൽ എത്തുന്നത് വരെ ഉള്ളതല്ലേ. അപ്പം ഫൈനൽ വെലോസിറ്റി ഇവിടെ 0 എന്നാണ് എടുക്കേണ്ടത്. ബ്രേക്ക് ചവിട്ടുന്നത് മുതൽ നിശ്ചലാവസ്ഥയിൽ. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഇവിടെ 0 ആയതുകൊണ്ട് v = 0 ആണ്. എങ്കിൽ കാറ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നാണ് ഇവിടെ. s = ഇവിടെ ദൂരം കണ്ടുപിടിക്കാനായി s = ut + ½ at² ആണ്. ഇതിനകത്ത് v ഉണ്ട് 0. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം ബ്രേക്ക് ചവിട്ടിയത് മുതൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്താ ഫൈനൽ വെലോസിറ്റി 0 എന്നുള്ളത്, v 0 എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് ഡയറക്റ്റ് അവർ പറയത്തില്ല ഇവിടെ v 0 നിങ്ങൾ എടുക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ v 0 എന്ന് മനസ്സിലായി. ടൈം ഉണ്ട് 4 സെക്കൻഡ് എന്ന് അവർ പറയുകയും ചെയ്തു. എങ്കിൽ നമുക്ക് u കണ്ടുപിടിക്കരുത്. നമുക്കറിയാലോ v = u + at. എങ്കിൽ u എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ +at അപ്പുറത്ത് കൊണ്ടുപോയി u = v - at വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ u = 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടെ v = u + at എങ്കിൽ u എന്ന് പറയുന്ന +at ഇപ്പുറത്ത് കൊണ്ടുപോയി v - at വെച്ചിട്ട് കിട്ടും. ഇവിടെ v എത്ര? 0 ആണ്. എയുടെ വാല്യൂ -3 ഇൻറ്റു ടൈം 4 ആണ്. അപ്പം മൈനസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിക്കോളും? അത് പ്ലസ് ആയിക്കോളും. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലായോ? v = u + at വെച്ചിട്ട് u കണ്ടുപിടിക്കാം. എങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കരുത്. s = ut + ½ at². യുവിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് ദൂരം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ s = ut + ½ at² എന്നുള്ളൊരു ഇക്വേഷനാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ഇല്ല എന്നുള്ളത് നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടും. v = u + at വെച്ചിട്ട്. മനസ്സിലായോ? അല്ലെ a = v - u/t വെച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അടുത്ത ഇക്വേഷനിലോട്ട് ഇടണം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ? കാറിനുണ്ടായിരിക്കുന്ന സ്ഥാനാന്തരം ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 24 മീറ്റർ എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോ, സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിൻ്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട്, ടൈമാണ് 5 സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു. നോക്കട്ടെ, 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് എത്തുന്നത്. എവിടുന്ന് തുടങ്ങി? ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 20. എത്രലോട്ടാണ് എത്തിയേ? 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താ? 40 അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി u 20 മീറ്റർ പെർ സെക്കൻഡ്, v എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാറിൻ്റെ ത്വരണം എത്രയായിരിക്കും? എന്താ ആക്സിലറേഷൻ ഇക്വേഷൻ? പെട്ടെന്ന് പറ. a = v - u/t. മനസ്സിലായോ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ v - u/t ഇട്ട് കൊടുക്കുമ്പോൾ 20/5 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അടുത്തെന്താ? ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കും? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. കാരണം എന്താ? നമുക്ക് സ്ഥാനാന്തരം അല്ലെങ്കിൽ ദൂരം എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ s = ut + ½ at² വെച്ച് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ആദ്യം എന്തെങ്കിലുമൊക്കെ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ചിലപ്പോൾ അവർ vയും uവും tയും തരും. അപ്പോൾ a കണ്ടുപിടിക്കണം. ചിലപ്പോൾ aയും uവും തരും. അപ്പോൾ v കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം s = ut + ½ at² ആണല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? aയും vയും തരും. അപ്പോൾ നമുക്കൊരു u കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും കാറിനുണ്ടായ സ്ഥാനാന്തരം എന്ത് ചെയ്യാം? s = ut + ½ at² വെച്ചിട്ട് ചെയ്താൽ മതി. 150 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ്. 10 മിനിറ്റാണ്. നമ്മൾ സെക്കൻഡിലല്ലേ ടൈം ചെയ്യേണ്ടത് കേട്ടോ. ടൈമിൻ്റെ യൂണിറ്റ് അത് കൺവേർട്ട് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി. എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണ്ടുപിടിക്കുക. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൻ്റെ, അപ്പോൾ അനങ്ങാതെ കിടന്നിട്ടല്ലേ ട്രെയിൻ പിന്നെ ഓണാക്കി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും? അത് റെസ്റ്റിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? u = 0 ആയിരിക്കും. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് അത് 72 km/h ആയി.
അല്ലേ? അതായത് ഫൈനൽ വെലോസിറ്റി അവിടെ പറഞ്ഞേക്കുന്നത് കിലോമീറ്റർ പെർ അവറിൽ. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ എക്സ്പാൻഡഡ് ആണ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 60. നമ്മളിലെ ടൈമിൻ്റെ അല്ലാതെ നമ്മൾ ട്രെയിനിൻ്റെ സ്പീഡും ടൈമും ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം 72 ഇൻറ്റു 5/18 ആണ്. 18 4 പ്രാവശ്യമാണ് 72. അപ്പോൾ അത് പെട്ടെന്ന് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതേ തരത്തുള്ളൂ. 18 4 പ്രാവശ്യം, ആ 4 × 5 = 20 എന്ന് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 ആയി. സമയം അവിടെ തന്നിട്ടുണ്ട് 10 മിനിറ്റ്. അതിനെ എന്ത് ചെയ്യുക? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. മിനിറ്റിലെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ മതി? ഇൻറ്റു 60. മനസ്സിലായോ? പിന്നെന്താ പറഞ്ഞേക്കുന്നത്? റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ആദ്യ പ്രവേഗം 0 ആണ്. ഫൈനലി അവർ തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ അവർ. അത് കണ്ട് ഞെട്ടരുത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. എങ്കിൽ ആക്സിലറേഷൻ എന്താ? A = v-u/t. എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1/30 എന്ന് കിട്ടും. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? v-u/t ആണ്. ഇത് മുകളിൽ 20ഉം താഴെ 600ഉം കണ്ടൊന്നും ഞെട്ടണ്ട, അതങ്ങനെയൊക്കെ തന്നെ വരും. 1/30 എന്ന് തന്നെ ഒക്കെ ആൻസർ വരും. ചിലപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അതൊന്നും അല്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കാം. ഇവിടെ നോക്കിയാട്ടെ, v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്. ഇത് എങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പം v² = u² + 2as ആ ഒരു ഇക്വേഷനകത്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി കൊടുക്കുക. അല്ലെങ്കിൽ മറ്റേ s = ut + ½ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ v² എന്ന് പറയുമ്പോൾ ഇതിപ്പം പെട്ടെന്ന് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ്. v² എന്ന് പറയുമ്പോൾ 20ൻ്റെ സ്ക്വയർ ആണ് 400, u 0 ആയി പോയിക്കോളും. പിന്നെ 2 × a എത്ര? 1/30 × s ആണ്. അപ്പോൾ നമുക്ക് 400, 20ൻ്റെ സ്ക്വയർ 400 ആണ്. 400 = 2ഉം 30ഉം കൂടെ വെട്ടിയിട്ട് നമുക്ക് അവിടെ തന്നെ 1/15 എന്ന് കിട്ടും. ഇൻറ്റു എസ്. നമുക്ക് എസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ്സിനെ അവിടെ ഇടുക. അവിടെ ഹരിച്ചിരിക്കുന്ന 15നെ അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുക. അപ്പോൾ 400 × 15. 15 × 4 എത്രയാണ്? 60 ആണ്. പിന്നെ 2 0 കൂടി ഇട്ട് കൊടുക്കുക. 6000 മീറ്റർ ആണ്. അതെന്ന് പറയുന്നത് 6 കിലോമീറ്റർ. ശരി, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പം ഓപ്ഷനൊക്കെ കിലോമീറ്ററിൽ തന്നെ ഇട്ട് തന്നു കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായിരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 ആയി. അപ്പോൾ അത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് മനസ്സിലാക്കുക. ഫൈനൽ വെലോസിറ്റി 72 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ ടൈം 10 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അത്രയും നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ആക്സിലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. a = v-u/t വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ട്രെയിൻ സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് s = ut + ½ അതല്ലെങ്കിൽ v² = u² + 2as ചെയ്യാം. ഇവിടെ ഇപ്പം ഈ ഒരു ഇക്വേഷൻ ചെയ്താലും സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ്. അതുകൊണ്ട് v² = u² + 2ac 2ac അല്ല 2as ആണ്. അപ്പോൾ v = 20 കിട്ടി, a എന്ന് പറയുന്നത് 1/30 കിട്ടി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? ഇതിനകത്ത് ആർക്കെങ്കിലും ഒരുപാട് ഇത് പ്രയാസം തോന്നുന്നു എങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരുവിധമെങ്കിലും മനസ്സിലാവുന്നെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്താണാവോ, എനിക്ക് നിങ്ങൾ പറഞ്ഞെങ്കിലേ അത് അറിയത്തുള്ളൂ. ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ. അപ്പോൾ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി നിശ്ചലാവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആദ്യ പ്രവേഗം? എന്തായിരിക്കും? 0 ആയിരിക്കും, ഇല്ലേ? അപ്പോൾ u = 0 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട്, ടൈം എത്ര? 5 സെക്കൻഡ്. 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം എത്രയാണ്? ഇവിടെ ദൂരം തന്നിട്ടുണ്ട്. ഇതുവരെ അവന്മാർ നമ്മളിട്ട് പറ്റിക്കുമായിരുന്നു. എന്താ ദൂരം കണ്ടുപിടിക്കുക എന്നൊക്കെ. ഇവിടെ പക്ഷേ എത്ര തന്നേക്കുന്നത്? s = എത്ര തന്നിട്ടുണ്ട്? 100 മീറ്റർ. u എത്രയാണ്? 0. t എന്താണ്? 5 സെക്കൻഡ്. എന്തിവിടെ കണ്ടുപിടിക്കേണ്ടത്? കാറിൻ്റെ ത്വരണം കണ്ടുപിടിക്കുക. a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ജസ്റ്റ് തിരിച്ചിട്ടാണ്. അതായത് s തന്നിട്ടുണ്ട്, u അറിയാം, t ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ 2, 3 ഇട്ട് കൊടുത്താൽ മതി. നമുക്കറിയാം s = ut + ½ ആണ്, അല്ലേ? s എത്ര ഇവിടെ? 100. അപ്പം 100 ഞാനിത് ചെയ്ത് കാണിച്ചില്ല, മനസ്സിലാക്കാം. s = ut + ½ ആണ്. ഇവിടെ s എത്രയാണ്? 100. 100 u എത്ര? ഇവിടെ 0 അല്ലേ? അപ്പോൾ ആ ഒരു ടൈം അങ്ങ് പോയിക്കോളും.
അപ്പം 100 സമം 1/2 ഇൻറ്റു എ ടി ആണ്. എ ഇൻറ്റു ടി ടി അല്ല ടി സ്ക്വയർ. ടി എത്രയാണ് ഇവിടെ 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25. അതായത് 100 സമം 1/2 ഇൻറ്റു എ ഇൻറ്റു 25 എന്ന് കിട്ടും. എ നമുക്കറിയാവോ? ഇല്ല, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്ത് അപ്പം 100 സമം 1/2 ഇൻറ്റു എ ഇൻറ്റു 25 എന്നല്ലേ വന്നേ. ആ താഴെ കൊടുത്തിരിക്കുന്ന 1/2നെ ഇപ്പുറത്തോട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ അവിടെ ഒരു 100 ഗുണം 2 200 ആവും. അതായത് 200 സമം എ ഗുണം 25 എന്ന് കിട്ടും. എ കിട്ടാൻ വേണ്ടി ഗുണിച്ചിരിക്കുന്ന 25നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? എ ഈസ് ഈക്വൽ ടു 100 ഗുണം 2 200/25 എന്ന് കിട്ടും. സമം 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അതിൻ്റെ ആൻസർ. ഇത് ചെയ്തിട്ട് കിട്ടുന്നെങ്കിൽ അല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. നമുക്കിത് ഈ ഒരു ഇത്രയും പ്രോബ്ലംസ് ആയിട്ട് വേണമെങ്കിൽ അഡീഷണൽ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. സമയത്തിൻ്റെ ഇതുകൊണ്ടാണ്, കാരണം ഫയർമാൻ്റെ എക്സാമിന് മുമ്പ് ഒരുവിധമെങ്കിലും പോർഷൻസ് തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അത് കാണുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ സമയം എടുത്തിട്ട് ഇതിൻ്റെ തന്നെ അഡീഷണൽ വേറെ സെപ്പറേറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നിശ്ചലാവസ്ഥയിൽ നിന്നൊരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം നിശ്ചലാവസ്ഥയിൽ നിന്നാണ്, അതുകൊണ്ട് U0 ആണ്. S 100 തന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. അപ്പോൾ S = UT + ½ AT² എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ U 0 ആയതുകൊണ്ട് ആ ഒരു ടേമേ അങ്ങ് പോകും. അപ്പോൾ S = 1/2 ഇൻറ്റു AT² എന്ന് ഇട്ടാൽ മതി. S = ½ AT² ഇട്ട് കൊടുത്താൽ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ 2S / T² എന്ന് തന്നെ കിട്ടും. 2S / T², അതായത് 2 × 100 / 5² 25. അപ്പോൾ 200/25 = 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. അടുത്തത് നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു. അപ്പോൾ അവിടെ എന്ത് തന്നെയാണ്? U എന്ന് പറയുന്നത് 0 ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു. എ അവിടെ തന്നിട്ടുണ്ട് 5 അല്ലേ. എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ U 0 ആണ്, ടൈം 3 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എ ഉണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിൻ്റെ പ്രവേഗം, അതായത് അന്ത്യപ്രവേഗമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. V ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം V = U + AT ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. V എന്ന് പറയുന്നത് V = U + AT. ഇപ്പോൾ V = U 0 ആണ്. 0 + 5 × 3 = 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? അടുത്തത് വീണ്ടും ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്ഥാനാന്തരം, പരപ്പളവ് എന്നിവയൊക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു തന്നെയാണ്. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് പ്രത്യേക സമയ ഇടവേളയിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ ആ സമയങ്ങളിൽ നിന്ന് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് ലംബങ്ങൾ വരച്ചിട്ട് കിട്ടുന്ന ജാമിതീയ രൂപത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. ഇല്ലേ, നമ്മൾ തൊട്ട് മുന്നേ ഒരു ബിയും സി ഒക്കെ പോയിന്റ് പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മൾ ലംബം വരയ്ക്കുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അവിടെ പക്ഷേ ഒരു ജാമിതീയ രൂപം എന്ന് പറയുന്നത് എന്താ? ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇക്വേഷന്. ഏതൊക്കെയായിരുന്നു 3 ഇക്വേഷൻസ്? V = U + AT, S = UT + ½ AT². തേർഡ് ഇക്വേഷൻ V² = U² + 2AS അല്ലേ. ഇതിനകത്ത് S കണ്ടുപിടിക്കാൻ, സ്ഥാനാന്തരം അല്ലെ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് UT + ½ AT² യൂസ് ചെയ്യാം. മറ്റേ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സാധനം S = UT + ½ AT²നകത്ത് ഏതെങ്കിലുമൊക്കെ മിസ്സായിരിക്കും, അത് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വിലയിരുത്താനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് സ്ഥാന സമയ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യത്തെ ഗ്രാഫ് അവിടെ ഒരു റെഡ് ഇങ്ക് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാഫ് അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രാഫ് ഇങ്ങനെയും, കാരണം സമയം 0-ൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ. എന്തായാലും ഗ്രാഫ് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ ഗ്രാഫ് പരിശോധിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. വസ്തുവിൻ്റെ ചലനം സമചലനമോ അസമചലനമോ? എന്തായാലും സമചലനമല്ല, കാരണം 0 മുതൽ A വരെ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് സമം പറയാമായിരുന്നു. ഇവിടെ 0 മുതൽ A വരെ സമത്വരണമാണോ A മുതൽ B വരെയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 0 മുതൽ A വരെ എന്താണ്? അതിൻ്റെത് സമത്വരണം തന്നെയാണ്. എന്നാൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട് A മുതൽ B വരെയോ? അവിടെ എന്ത് തന്നെയാണ്? യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്. കണ്ടോ, 0 മുതൽ A വരെയും യൂണിഫോം ആക്സിലറേഷനാണ്. A മുതൽ B വരെയും എന്താണ്? യൂണിഫോം ആക്സിലറേഷനാണ്. അത് മനസ്സിലാക്കുക. അടുത്തത് ഗ്രാഫ് പരിശോധിച്ചതിന് ശേഷം പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ നോക്കിയിട്ട് ABCD എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമയം X ആക്സിസിൽ, Y ആക്സിസിൽ പ്രവേഗമാണ്. ഗ്രാഫിൻ്റെ വസ്തു നോക്കിയിട്ട് ഇവിടെ A മുതൽ B വരെ എന്ത് ചെയ്യുക? പ്രവേഗം കൂടി കൂടി വരികയാണ്. എന്നാൽ B മുതൽ C വരെയോ?
എന്താ ബി മുതൽ സി വരെയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താ യൂണിഫോം വെലോസിറ്റിയാണ് കേട്ടോ. അതായത് എന്താ സമപ്രവേഗമാണ്, നേർരേഖയിലല്ലേ പോകുന്നത്. യൂണിഫോം വെലോസിറ്റി യൂണിഫോം സമപ്രവേഗത്തിലുള്ളതിനായിരിക്കും നേർരേഖയിൽ കേട്ടോ, ബി മുതൽ സി വരെ. എന്നാൽ സി മുതൽ ഡി വരെ എന്ത് ചെയ്യുക, വെലോസിറ്റി കുറഞ്ഞു വരിക, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുക, പ്രവേഗം കുറഞ്ഞു വരിക. അപ്പോൾ അത് ജസ്റ്റ് ഗ്രാഫിൻ്റെ ഒരു അനാലിസിസ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം നിശ്ചലാവസ്ഥയിൽ നിന്നാണ്, അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം യു സമം എന്തായിരിക്കും, 0. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട്, ടൈമാണ് 5, ഇവിടെ മിനിറ്റാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 5നെ എന്ത് ചെയ്താൽ മതി, 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത്രയും സെക്കൻഡ്, എത്ര 300 സെക്കൻഡ് നമുക്ക് കിട്ടും. 5 മിനിറ്റ് കൊണ്ട് 72 km/h. എന്തായാലും ഒരു മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്, നമ്മൾ പക്ഷേ അത് പ്രതീക്ഷിക്കേണ്ട. km/h മീറ്റർ/സെക്കൻഡ് 5/18 കൊണ്ട് ഗുണിക്കുക. അതായത് 5 മിനിറ്റ് കൊണ്ട് 72 km/h ആണെങ്കിൽ ത്വരണവും ആ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരവും കണ്ടുപിടിക്കുക. ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, എസ് ദൂരവും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം A = V - U/T ആണ്. ഇവിടെ V 20 മീറ്റർ/സെക്കൻഡിലോട്ട്, അതായത് 72 km/h നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. ആദ്യ പ്രവേഗം 0ആണ്, കാരണം നിശ്ചലാവസ്ഥയിൽ നിന്നാണ്. 5 മിനിറ്റ് കൊണ്ട് അത് എത്ര ആവും, 72, അതായത് 20 മീറ്റർ/സെക്കൻഡ്, അതാണ് അന്ത്യപ്രവേഗം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A = V - U/T വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എയുടെ ആൻസർ 1/15 എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കുക കേട്ടോ, പേപ്പർ എടുത്ത് വെച്ചിട്ട് അല്ല നോട്ട് എഴുതുന്നതിലോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ A = 1/15 എന്ന് ആൻസർ കിട്ടും. പിന്നെ S = UT + ½ AT², മിക്കപ്പോഴും U 0 ആയിരിക്കും. അപ്പോൾ S = 1/2 × AT² ഇട്ടാൽ മതി. 1/2 × A എത്രയാണ് ഇവിടെ, 1/15 ആണ്. T എന്ന് പറയുന്നത് ഇവിടെ എത്ര, ടിയുടെ വാല്യൂ നമ്മൾ കൺവേർട്ട് ചെയ്യണം, 5 × 60 അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണെന്ന് ഇവിടെ കിട്ടും, 3000 മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 3 കിലോമീറ്റർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3000 മീറ്റർ ആണ്, അല്ലെങ്കിൽ 3 കിലോമീറ്റർ. ചെയ്ത് നോക്കുക. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ 18 km/, അതായത് 5 മീറ്റർ/സെക്കൻഡ് എന്ന് അവർ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യണം. 15 km/h നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 54 km/h പ്രവേഗത്തിലെത്തിയ കാറിൻ്റെ ത്വരണവും സ്ഥാനാന്തരം കണക്കാക്കുക. ഇവിടെ 18 km/h നിന്ന് 54, അപ്പം U എത്ര, 18 km/h കൺവേർട്ട് ചെയ്തിട്ടുണ്ട് 5 മീറ്റർ/സെക്കൻഡ്. V എത്ര, 15 മീറ്റർ/സെക്കൻഡ്, അതായത് 54 km/h കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. യുവും വിയും ഉണ്ട്, ടൈം 5 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ A കിട്ടുമല്ലോ, A = V - U/T 15 - 5/5 എത്ര കിട്ടും, 2 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും A. പിന്നെന്താ, എസ് കണ്ടുപിടിക്കുക, UT + ½ AT² കൊടുക്കുക. U എത്രയാണ്, 5 ആണ്, T എത്രയാണ്, 5. അപ്പോൾ 5 × 5 = 1/2 A ആക്സിലറേഷൻ ഇവിടെ 2 ആണ്, 2 × 5², അതായത് 25, അത് 25 = 50 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. 50 മീറ്റർ ആണ് 6ാമത്തിൻ്റെ ആൻസർ. അടുത്ത കുറച്ച് ഗ്രാഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തായാലും ഓർത്ത് വെക്കുക, സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് 2ാമത്തെ ഗ്രാഫാണ് കേട്ടോ. കണ്ടേ, യൂണിഫോം വെലോസിറ്റി സൂചിപ്പിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ 2ാമത്തെ ഗ്രാഫാണ് സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്നത്. അടുത്തത് നോൺ യൂണിഫോം ആക്സിലറേഷനെ സൂചിപ്പിക്കുന്നത്, അസമത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, 4ാമത്തെയാണ് കേട്ടോ. അസമത്വരണത്തെ സൂചിപ്പിക്കുന്നത്. നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3ാമത്തേത് നിർബാധം പതിക്കുന്ന കല്ലാണെന്ന്, പക്ഷേ അതിനകത്തുനിന്ന് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ഇതുമായിട്ട് സെയിം ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് നൺ ഓഫ് ദീസ് ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എന്തായാലും ഓർത്ത് വെക്കുക, സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് 2ാമത്തെ ഗ്രാഫാണ്. അതുപോലെ തന്നെ അസമത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് 4ാമത്തെ ഗ്രാഫാണ്. അത് ഓർത്ത് വെക്കുക. നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇതിനകത്ത് എന്തായാലും കൊടുത്തിട്ടില്ല എന്ന് പറയാം. പക്ഷേ 3ാമത്തേത് യൂണിഫോം ആക്സിലറേഷൻ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക്, അതായത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, ഇവിടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ സെയിം ആവാത്തത് കൊണ്ട് നൺ ഓഫ് ദീസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചില്ല എന്നുള്ളൊരു പരിമിതി ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.